നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ജീവിതത്തിലെന്ന പോലെ രാഷ്ട്രീയത്തിലും തീരുമാനങ്ങൾ സുപ്രധാനമാണ്. വരും വരായികകൾ ഉണ്ടാവും, പക്ഷേ പുരോഗതി വേണമെങ്കിൽ റിസ്ക് എടുക്കുക തന്നെ വേണം. നിലമ്പൂരിൽ കോൺഗ്രസ് അതാണ് ചെയ്തത്. PV അൻവർ കൈവിട്ട കളി കളിച്ചപ്പോൾ ഒരു വര വരച്ചു. ആ വരയ്ക്കുള്ളിൽ നിൽക്കുന്നില്ലെങ്കിൽ അൻവറില്ലാതെ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു. KPCC നേതൃത്വത്തിലെ അഴിച്ചുപണിയും സമാന്തരമായി നടന്നു. സുധാകരന് പകരം സണ്ണി ജോസഫ് വന്നു. ഷാഫിയും വിഷ്ണുനാഥും അനിൽകുമാറും വർക്കിംഗ് പ്രസിഡന്റുമാരായി. വെള്ളി വെളിച്ചത്തിൽ നിൽക്കാതെയും പ്രവർത്തിക്കാൻ അറിയുന്ന അടൂർ പ്രകാശ് UDF കൺവീനറായി. ഈ തീരുമാനങ്ങൾ അത്രയും കോൺഗ്രസും UDFും ഒരു മുറുമുറുപ്പുമില്ലാതെ അംഗീകരിച്ചു എന്നതും കാണാതിരിക്കരുത്. ആര്യാടൻ ഷൗക്കത്തിനോടുള്ള സൗന്ദര്യപ്പിണക്കം മുസ്ലിം ലീഗ് മാറ്റിവെച്ചു. VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി നിലമ്പൂരിന്റെ മണ്ണിലിറങ്ങി. അതിന്റെ ഫലമാണ് തിങ്കളാഴ്ച കേരളം കണ്ടത്. അൻവർ കൂടെയുണ്ടായിരുന്നെങ്കിൽ UDFിന്റെ ഭൂരിപക്ഷം കൂടുമായിരുന്നു. പക്ഷേ നിലപാടെടുക്കേണ്ടടുത്ത് നിലപാടെടുത്തു എന്നതും ആ നിലപാടിന്റെ പുറത്ത് വിജയിക്കാനുമായി എന്നതുമാണ് UDFിന്റെ വിജയത്തിന് തിളക്കമേറുന്നത്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ UDFിൽ ഉറപ്പിക്കുന്നതിന് ലീഗ് നടത്തിയ പ്രവർത്തനം ഗംഭീരമായിരുന്നു. മലയോര മേഖലയിലെ വോട്ടുകളിൽ ഒരു വിഹിതം പിടിക്കാനായതാണ് അൻവറിന് തുണയായത്. വന്യജീവി സംഘർഷത്തിൽ അൻവർ എടുത്ത നിലപാടിനുള്ള വോട്ടുകളാണത്. അതേസമയം കഴിഞ്ഞ തവണ അൻവർ കൊണ്ടുവന്ന മുസ്ലിം വോട്ടുകൾ ഇത്തവണ ഇടതു മുന്നണിയിലേക്ക് വന്നില്ലെന്ന് വേണം കരുതാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിനെതിരെ CPM നടത്തിയ പടപ്പുറപ്പാടിനുള്ള പ്രതികരണം കൂടിയാണ് നിലമ്പൂരിൽ ഉണ്ടായത്. RSSുമായി CPM സഹകരിച്ചിട്ടുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന ഇതിനാക്കം കൂട്ടുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ വേണ്ടെന്ന് വെക്കില്ലെന്ന UDF നിലപാടും ഇതോടെ ചേർത്ത് വായിക്കണം. സുരാജിനെ പോലൊരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയിട്ടും പരാജയപ്പെടുമ്പോൾ CPMന് രാഷ്ട്രീയ സമവാക്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും. ശക്തമായ നിലപാടുകൾക്ക് പിന്നിൽ അണിനിരക്കാൻ കേരള ജനത ഒരിക്കലും മടിച്ചിട്ടില്ല. വർഗീയതയുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്ന സമീപനത്തിലാണ് 1987 CPMും ഇടതുമുന്നണിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത്. 2006 VS അച്യുതാനന്ദന് ആനുകൂല്യമായ തരംഗത്തിന് പിന്നിലും നിലപാടുകളോടുള്ള ആഭിമുഖ്യം തന്നെയായിരുന്നു. AK ആന്റണിയും VS സുധീരനും നിലപാടുകൾ കൊണ്ടാണ് അപ്രസക്തരാവാതെ നിന്നത്. രാഷ്ട്രീയ കേരളത്തിൽ VD സതീശന്റെ ഗ്രാഫ് കുത്തനെ ഉയർന്നു കഴിഞ്ഞു. അടുത്ത കൊല്ലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനുള്ള തരൂരിന്റെ മനംകോട്ട ഇതോടെ ഇടിയുകയും ചെയ്തു. ഇനിയിപ്പോൾ KC വേണുഗോപാൽ വിചാരിച്ചാൽ പോലും സതീശനെ ഒതുക്കാനാവില്ല. അതേസമയം പൊതുമണ്ഡലത്തിൽ പ്രതിച്ഛായ പ്രതിസന്ധി നേരിടുമ്പോഴും പാർട്ടിക്കുള്ളിൽ പിണറായിയുടെ നേതൃത്വത്തിന് ഒരിളക്കവുമില്ല എന്നതാണ് വസ്തുത. സാഹചര്യം മനസ്സിലാക്കാതെയുള്ള MV ഗോവിന്ദന്റെ സത്യം പറച്ചിലുകളും പിണറായിയുടെ നേതൃത്വം ഒന്നുകൂടി അരക്കെട്ടി ഉറപ്പിച്ചിരിക്കുന്നു. പിണറായി വിജയനല്ലാതെ ഒരു സ്റ്റാർ ക്യാമ്പയിനറും ഇത്തവണ CPMന് നിലമ്പൂരിൽ ഉണ്ടായിരുന്നില്ല. അൻവറിന്റെ ഗ്രാഫും നിലമ്പൂരിൽ മുകളിൽ തന്നെയാണ്. മണ്ടത്തരത്തിന് മണ്ടത്തരം. പിണറായിയെയും സതീശനെയും ഒരുപോലെ വെറുപ്പിക്കൽ. എല്ലാറ്റിനും മുകുടം ചാർത്താനെന്ന പോലെ രാജിയും. എന്നിട്ട് ഇത്രയും വോട്ട് അവർ പിടിച്ചെങ്കിൽ അത് മണ്ഡലത്തിൽ ജനങ്ങളുമായുള്ള അടുപ്പം ഒന്നുകൊണ്ട് മാത്രമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ CPMന്റെ റിയാസിനെതിരെ അൻവറിനെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ആലോചിച്ചേക്കും. അങ്ങനെ വന്നാൽ 2026 തീപ്പറന്ന പോരാട്ടം ബേപ്പൂരിലായിരിക്കും. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തെക്കുറിച്ച്, M സ്വരാജിന്റെ പരാജയത്തെക്കുറിച്ച്, അൻവർ നേടിയ 20,000-ഓളം വോട്ടുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.